ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിലുടനീളം ഒരു സ്റ്റുഡന്റ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്, അഥവാ ദ ബെനിഫിറ്റ്സ് ഓഫ് ബീങ് എ ലൈഫ് ലോങ് ലേണർ. അതിപ്പോ ഫോർമൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ലൈക്ക് നമ്മൾ സ്കൂളുകളും കോളേജിലൊക്കെ പോയി പഠിക്കുന്നതായിക്കോട്ടെ, അതല്ല നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇൻഫോർമൽ ആയിട്ട് പഠിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് വളരെ ഇഷ്ടമാണ്, അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതായിക്കോട്ടെ. അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ ഒരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കുന്നതിന്റെ കുറച്ച് അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് ഒന്നാമത്തേതാണ് നമ്മളുടെ അഡാപ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടും എന്നുള്ളത്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോഴും പല ആൾക്കാരും ഈ ഓൺലൈൻ പേയ്മെന്റ് അല്ലെങ്കിൽ UPI പേയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലോട്ടൊക്കെ വരാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. കാരണം അവരതിനെപ്പറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനോ ഒക്കെ ഒന്ന് ശ്രമിക്കാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതായിക്കോട്ടെ, അപ്പൊ അത് തെറ്റിപ്പോകുമെന്നുള്ള പേടി, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നില്ല, നമ്മൾ അല്ലെങ്കിൽ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. മാറുന്ന സാഹചര്യത്തിനനുസരിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലോട്ട് പോകുന്നതായിക്കോട്ടെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിൽ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാവുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട് എങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സും ഉണ്ടാവും. അത് നാച്ചുറലി ക്രിയേറ്റ് ആയി വരുന്നതാണ്. നിങ്ങൾ അത് ഡെലിബറേറ്റ്ലി എഫേർട്ട് ഇട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാവണമെന്നില്ല. നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ ഹെൽപ്പ് എടുക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളോട് കണക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡന്റ് മൈൻഡ് സെറ്റിലോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നന്നായി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ. ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ കരിയറിൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്. അതായത് ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, കുറച്ച് 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ അടുത്ത കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്ത് നല്ല പാക്കേജിൽ ഇങ്ങനെ കയറി പോകും. ചിലപ്പോൾ ഒരുപക്ഷെ ഒരേ രാജ്യത്ത് തന്നെ ആയിരിക്കും സ്വിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ്ലി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ വർക്കിലായിരിക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കും. അതേപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ്, അല്ലെങ്കിൽ ഒരു ജോബ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് അവർ മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് ആവുമ്പോഴായിരിക്കും അവർ അടുത്തടുത്ത ജോലികൾക്ക് അപ്ലൈ ചെയ്ത് സ്വിച്ച് ചെയ്ത് നല്ല പാക്കേജിൽ കയറി പോകാൻ പറ്റുന്നത്. അതേസമയം നിങ്ങൾ അങ്ങനെ പഠിക്കാനൊന്നും എഫേർട്ട് എടുക്കാതെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ തന്നെ നിങ്ങൾ ഒരുപക്ഷെ തുടർന്ന് പോയേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ 2 കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള ആളുകളായിരിക്കും എപ്പോഴും ഇന്റർവ്യൂസ് പരിഗണിക്കുക. അപ്പം അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ഒരു മനുഷ്യനെ കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ആളുടെ കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, നോളജ്, അതേപോലെ ബ്രെയിൻ്റെ പവർ, മെമ്മറി തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് നമ്മുടെ ലേണിംഗ് എന്നുള്ളത്. കാരണം നമ്മൾ ലൈഫ് ലോങ് നമ്മൾ കാര്യങ്ങൾ ലേൺ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിന് നമ്മളൊരു ചെറിയ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ വളരെയധികം എക്സ്പീരിയൻസ്, സ്കില്ലും നോളജും ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി നിങ്ങളെ പിരിച്ചു വിടുമോ എന്നുള്ള ഒരു പേടിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം അവർക്കറിയാം നിങ്ങൾ ക്രിട്ടിക്കൽ എംപ്ലോയി ആണെന്നുള്ള കാര്യം. അറ്റ് ദ സെയിം ടൈം ഇൻ കേസ് അഥവാ ഒരു ഫയറിംഗ് നടന്നാൽ കൂടി അടുത്തൊരു കമ്പനിയിൽ നിങ്ങൾക്ക് പോയി ജോലി ചെയ്യാൻ ഉള്ളൊരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലേണിംഗ് കൂടിയാണ്. ആൻഡ് ലാസ്റ്റ്ലി നോളജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു പോകുന്ന ഒരു കാര്യമില്ല. കൊടുക്കും തോറും ഇൻക്രീസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളത് നോളജ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യങ്ങൾ പഠിക്കാനും അതേപോലെ അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളത്. സോ ഗ്രോ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ഗ്രോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.